الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. സത്യവിശ്വാസികൾ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിലെ എല്ലാ മേഖലയിലും അല്ലാഹു തആല അവന്റെ ഖൈറും ബറക്കത്തും നമ്മിലെല്ലാം വർഷിക്കുമാറാവട്ടെ. ദുആ ചെയ്യണമെന്ന് പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ച പല സഹോദരികളുമുണ്ട്. നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാരവാഹിയുടെ ഭാര്യാപിതാവ് അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിലാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. അനുഭവിക്കുന്ന വേദനയ്ക്ക് അല്ലാഹു തആല തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കുവാനും ആ റമദാനിനെ അനുകൂലമായി ഉപയോഗപ്പെടുത്തുവാനുമുള്ള മഹാഭാഗ്യം നൽകി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ശഅബാൻ മാസത്തിലാണ് നാം ഉള്ളത്. ഇന്ന് ഫെബ്രുവരി 7 ശഅബാനും 7. 3 ആഴ്ച കൂടി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ആയുസ് ബാക്കിയുള്ളവർക്ക് വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കാൻ കഴിയും എന്ന് നാം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കെല്ലാം അതിന് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട
ആ റമദാനിലേക്കുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള ഒരുക്കത്തിന്റെ സമയമാണ് ശഅബാൻ എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാനിൽ ധാരാളമായി നോമ്പെടുക്കാറുണ്ട് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉസാമ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി തങ്ങളുടെ ഈ നോമ്പ് വർദ്ധിപ്പിക്കുന്ന രീതി കണ്ടപ്പോൾ ഞാനൊരിക്കൽ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, മാ നറാക തസൂമു മിൻ ശഹ്രിൻ മിൻ അശ്ശുഹൂർ മാ തസൂമു ഫീ ശഅബാൻ മിൻ ശഅബാൻ. ശഅബാൻ മാസം നോമ്പെടുക്കുന്നത് പോലെ മറ്റൊരു മാസത്തിൽ താങ്കൾ നോമ്പെടുക്കാറില്ലല്ലോ. എന്താണ് ഈ മാസം ഇങ്ങനെ നോമ്പെടുക്കാനുള്ള കാരണമെന്ന് ചോദിക്കുമ്പോൾ നബിതങ്ങൾ പറഞ്ഞ മറുപടി കാണാം, ദാക ശഹ്റുൻ യഗ്ഫലുൻ നാസു ബൈന റജബിൻ വ റമദാൻ. ആളുകൾ പൊതുവെ ശ്രദ്ധിക്കാതെ പോകുന്ന മാസമാണ് ശഅബാൻ. റമദാൻ മാസം എല്ലാവരും ശ്രദ്ധിക്കും. റജബ് മാസം അന്ന് മക്കയിത്ത് മുസ്ലിമീങ്ങളുടെ കാലഘട്ടത്തിൽ അടക്കം പ്രത്യേകമായി ആദരിക്കുന്ന മാസമാണ് റജബ്. അതുകൊണ്ട് റജബ് മാസം എല്ലാവർക്കും ആ നിലയ്ക്ക് ഓർമ്മയുണ്ടാകും. റമദാൻ ഏതായാലും ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. അത് രണ്ടിനുമിടയിൽ ആളുകൾ അശ്രദ്ധമായി പോകുന്ന മാസമാണ് ശഅബാൻ. അതോടൊപ്പം ഒരു വർഷത്തെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസം കൂടിയാണ് ശഅബാൻ. വഹുവ ശഹ്റുൻ തുർഫഉ അഅ്മാലുൻ നാസി ഇലാ റബ്ബിൽ ആലമീൻ ഔ തുർഫഉൽ അഅ്മാൽ ഇലാ റബ്ബിൽ ആലമീൻ. ഈ മാസത്തിലാണ് ജനങ്ങളുടെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുക. കഴിഞ്ഞ റമദാൻ മുതൽ ചെയ്ത ഒരു വർഷത്തെ മൊത്തം അമലുകൾ റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ മാസം. അതുകൊണ്ട് ഉഹിബ്ബു അൻ യുർഫഅ അമലി വ അന സ്വായിം. എന്റെ അമലുകൾ ഞാൻ നോമ്പുകാരനായിരിക്കെ ഉയർത്തപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മറുപടി കാണാനാണ്. എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു മാനസികമായ ഒരുക്കമാണ് ശഅബാൻ നിർവഹിക്കുക. റമദാനിലേക്ക് പ്രവേശിച്ചാൽ അതിന്റെ ഒരു സമയം പോലും നഷ്ടപ്പെടാതെ എങ്ങനെയാണ് വിനിയോഗിക്കുക, അതിന് എന്തൊക്കെ നീക്കുപോക്കുകളാണ് നമ്മുടെ ജീവിതക്രമത്തിൽ ഇപ്പോൾ തന്നെ ചെയ്തു വെക്കേണ്ടത് എന്ന ആലോചന നമുക്ക് അനിവാര്യമാണ്. നമ്മുടെ നാട്ടിൽ പൊതുവെ ഭൗതികമായ ഒരുക്കങ്ങളൊക്കെ ശഅബാനിൽ ചെയ്യാറുണ്ട്. പള്ളികളൊക്കെ പെയിന്റ് അടിക്കും, വീടുകളൊക്കെ എല്ലാവരും അടിച്ച് വൃത്തിയാക്കി എല്ലാ അർത്ഥത്തിലുള്ള ക്ലീനിങ് നടത്തി അങ്ങനെ ഒരുക്കം നിർവഹിക്കാറുണ്ട്. ഭക്ഷ്യപദാർത്ഥങ്ങൾ പോലും പൊതുവെ സ്ത്രീകൾ ശഅബാനിൽ തന്നെ ഒരുക്കി വെച്ച് അരി പൊടിച്ച്, മല്ലി പൊടിച്ച്, മുളക് പൊടിച്ച് അതൊക്കെ റെഡിയാക്കി റമദാനിലേക്കുള്ള ഒരുക്കം പൊതുവെ ആളുകൾ ചെയ്യാറുണ്ട്. അതായിക്കോട്ടെ, വേണ്ട എന്നോ പാടില്ല എന്നോ അല്ല. അതിനേക്കാളേറെ മാനസികമായ ഈമാനികമായ ഒരുക്കമാണ് വിശ്വാസി നിർവഹിക്കേണ്ടത്. റമദാൻ എനിക്ക് എങ്ങനെ തുടർന്നാൽ ആ റമദാൻ പക്ഷെ നഷ്ടമായി മാറുമെന്നാണെങ്കിൽ എന്താണ് അതിന് നീക്കുപോക്ക് ചെയ്യാൻ പറ്റുക? എങ്ങനെയാണ് സമയക്രമം ഉണ്ടാക്കുക? ഇപ്പോൾ ചെലവഴിക്കുന്ന സമയം പലതിലുമാണ് എങ്കിൽ റമദാനിൽ അങ്ങനെ ചെലവഴിക്കപ്പെടാതിരിക്കാൻ എന്ത് മുന്നൊരുക്കമാണ് എന്റെ സമയത്തിന്റെ കാര്യത്തിൽ, എന്റെ യാത്രകളുടെ കാര്യത്തിൽ, എന്റെ ജോലിയുടെ കാര്യത്തിൽ, എന്റെ കുടുംബകാര്യങ്ങളിൽ എല്ലാം ഞാൻ ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയും അങ്ങനെ അനിവാര്യമായ വഴിയിലേക്ക് മാത്രം റമദാൻ സമയം ഉപയോഗിച്ച് ബാക്കിയെല്ലാം പടച്ചറബുമായി സാമീപ്യം നേടാൻ, ദീനു പഠിക്കാൻ, പള്ളികളുമായി ബന്ധപ്പെടാൻ, അമലുകൾ വർദ്ധിപ്പിക്കാൻ എല്ലാമായി വിനിയോഗിക്കാനുള്ള ഒരു പ്ലാനിംഗ് ആണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അതാ നബി തങ്ങളുടെ ജീവിതത്തിൽ കണ്ടത്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന യസൂമു ശഅബാന കുല്ല. അല്ലാഹു പറഞ്ഞു,
കാന യസൂമു ശഅബാന കുല്ല, നബി തങ്ങൾ ശഅബാൻ പൂർണ്ണമായും നോൽക്കുമായിരുന്നു. പൂർണ്ണമായും എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എല്ലാം എന്ന അർത്ഥത്തിലാണ് എന്നാണ്. കാരണം മറ്റു ഹദീസിൽ അവർ തന്നെ പറഞ്ഞു നബി തങ്ങൾ റമദാൻ അല്ലാത്തൊരു മാസവും പൂർത്തിയായി നോറ്റിട്ടില്ല എന്ന്. ഒരു ഹദീസ് പറയുന്നു റമദാൻ അല്ലാത്തൊരു മാസവും പൂർത്തിയായി നോറ്റിട്ടില്ല. ഈ ഹദീസിൽ പറയുന്നു ശഅബാൻ പൂർണ്ണമായും നോൽക്കുമായിരുന്നു. വൈരുദ്ധ്യമല്ല. അവിടെ കുല്ലഹു എന്ന് പറഞ്ഞാൽ ജുല്ലഹു എന്ന അർത്ഥമാണ് എന്നാണ്. ഏതാണ്ട് എല്ലാം ശഅബാനിലെ ഏതാണ്ട് തുച്ഛമായ ദിവസങ്ങൾ മാത്രമാണ് നോമ്പെടുക്കാതിരിക്കുക. ബാക്കി ഏതാണ്ട് എല്ലാ ദിവസവും നബി തങ്ങൾക്ക് നോമ്പായിരുന്നുവെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നുണ്ട്. അത് ആ ഒരു ഒരുക്കമാണ്, ഈമാനികമായ ഒരുക്കം, വിശ്വാസ സംബന്ധമായ ഒരുക്കം. അഖീദയിൽ വിശ്വാസത്തിൽ തകരാറുണ്ടെങ്കിൽ നോമ്പ് നിഷ്ഫലമായി. കൊണ്ട് എന്റെ വിശ്വാസം ശരിയാണോ, പടച്ച റബ്ബിൽ പങ്കു ചേർക്കുന്ന ശിർക്ക് കടന്നു വരുന്ന വല്ല വിശ്വാസം എന്നിനുണ്ടോ എങ്കിൽ അനിവാര്യമായും തിരുത്തേണ്ട സമയമാണ്. അല്ലാഹുമായുള്ള എന്റെ ബന്ധം എങ്ങനെയാണ്, എവിടേക്കാണ് തകരാറുകൾ വന്നത് എന്നൊരു ആലോചനയുടെ സമയമാണ്. കഴിഞ്ഞ റമദാനിൽ ഒരുപാട് തീരുമാനമെടുത്തു. റമദാൻ കഴിഞ്ഞു പോകുമ്പോൾ ഇനി ഏതായാലും ഒരു മാറ്റമുണ്ടാകണം, പഴയ പോലെ ആയാൽ പോരാ, നന്നാകണമെന്നൊക്കെ തീരുമാനിച്ചവരാണ് നമ്മളൊക്കെ തന്നെ. പല അമലുകളും ഇനി അവിടെ അങ്ങോട്ട് വർദ്ധിപ്പിക്കണമെന്ന്, ഖുർആനുമായുള്ള ബന്ധം ഇനി ഒന്നുകൂടെ വർദ്ധിപ്പിക്കണമെന്ന്, നിസ്കാരം കുറച്ച് അധികമാകണമെന്ന്, നോമ്പെടുക്കണമെന്നൊക്കെ കഴിഞ്ഞ റമദാൻ കഴിഞ്ഞു പോകുമ്പോൾ നമ്മളൊക്കെ തീരുമാനിച്ചു. പക്ഷേ ഒരു അവനവന്റെ സ്വയം ഒരു പരിശോധന എത്ര കണ്ട് അതൊക്കെ പ്രാവർത്തികമായി, അതോ പഴയ പോക്ക് തന്നെയാണ് പിന്നെയും നമ്മൾ പോകുന്നത്? കഴിഞ്ഞൊരു കൊല്ലമായി വിചാരിച്ചില്ലയും നമ്മൾ പോകുന്നത്, കഴിഞ്ഞൊരു കൊല്ലമായി വിചാരിച്ച മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല, പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. റമദാൻ എങ്ങനെ വന്നുപോയി എന്നല്ലാതെ വേറെ കാര്യമായൊന്നും ഉണ്ടായില്ല എന്നാണെങ്കിൽ ആ തിരിച്ചടിസ്ഥാനത്തിൽ ചില മാറ്റങ്ങൾക്ക് തീരുമാനമെടുക്കേണ്ട സമയമാണിപ്പോൾ. റമദാനിൽ ജോലി തൽക്കാലം വേണ്ടെന്ന് വെച്ച് ഇബാദത്തുകളിൽ പള്ളികളുമായി ബന്ധപ്പെട്ടമൊക്കെയായി കഴിഞ്ഞുകൂടാൻ കഴിയുമെങ്കിൽ അത് നമ്മൾ ആലോചിക്കണം. ഒരു മാസം ജോലിക്ക് പോയില്ലെങ്കിലും പട്ടിണിയൊന്നും കിടക്കൂല, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവൂല, കാര്യങ്ങൾക്ക് നടത്തിക്കൊണ്ടുപോകാൻ കഴിയും എന്നാണെങ്കിൽ അൽഹംദുലില്ലാഹ് ആ നിലയ്ക്ക് ആലോചിക്കാൻ സാഹചര്യം അനുകൂലമാണെങ്കിൽ അങ്ങനെ ആലോചിക്കാം. അതല്ല റമദാനിലും അധ്വാനിച്ചേ പറ്റൂ, പ്രയാസമാണ്, സാമ്പത്തികമായി ബുദ്ധിമുട്ടാണ്, ജോലിക്ക് പോയില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ബുദ്ധിമുട്ടാകുമെന്നാണെങ്കിൽ സാരമില്ല, അതിന് അനിവാര്യമായ വഴിയിൽ നമുക്ക് ആ ജോലിക്ക് പോകാം, അതും പുണ്യം ലഭിക്കുന്ന കാര്യം തന്നെ. ഒരിക്കലും വിശ്വാസിക്ക് ജീവിതത്തിൽ ഉണ്ടാകാവതല്ല, റമദാനിൽ പ്രത്യേകിച്ചും ഉണ്ടാകാവതല്ല. അനാവശ്യമായ ഉറക്കം, അനാവശ്യമായ മറ്റു ശൈലികൾ, അങ്ങാടികളിൽ പോയിരുന്ന സമയം കളയലുകൾ, ഇതൊന്നും ന്യായമല്ല. അവിടൊക്കെ നമുക്ക് നമ്മൾ ഹക്കുകൾ നിർവഹിച്ചുകൊണ്ടാണെങ്കിൽ വിരോധമില്ല. ഒരിക്കൽ നബി ഞങ്ങൾ പറഞ്ഞു, ഇയ്യാകും വൽ ജുലൂസ ഫിത്തുറുഖാത്ത്, നിങ്ങൾ വഴികളിൽ ഇരിക്കരുത്, വഴികളിൽ ഇരിക്കരുത്. സഹാബത്ത് പറഞ്ഞു, നബിയെ നബിയെ ഞങ്ങൾക്ക് ഞങ്ങളെ വഴികളിൽ ഇരിക്കാതിരിക്കാൻ പറ്റൂലല്ലോ, പല ആവശ്യങ്ങളുണ്ടാകും, പല കാര്യങ്ങൾക്ക് വേണ്ടി പലയിടത്തും ഇരിക്കേണ്ടി വരും. നബിയെ ഇരിക്കരുത് എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറയുമ്പോൾ നബി ഞങ്ങൾ പറഞ്ഞു, എങ്കിൽ നിങ്ങൾക്ക് ഇരുന്നേ പറ്റുമെന്നാണെങ്കിൽ നിങ്ങൾ ആ വഴികളിൽ ചില ഹക്കുണ്ട്, ആ ഹക്ക് നിങ്ങൾ നിർവഹിക്കണം. അവിടെ ഹക്ക് നിർവഹിക്കണം. എന്താണ് ഹക്ക്? അവിടെ വിശദീകരിച്ചു, ആ ഹക്ക് നിങ്ങൾ നിർവഹിക്കണം. അവിടെ ഹക്ക് നിർവഹിക്കണം. എന്താണ് ഹക്ക്? അവിടെ വിശദീകരിച്ചു, നന്മകൾ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. അവിടെ അങ്ങാടി പോയിരിക്കണം, ഒരു വഴിയിലിരിക്കേണ്ടി വരികയാണ്, സദസ്സിൽ കൂടേണ്ടി വരികയാണ്, അവിടെ തെറ്റ് കണ്ടു, തെറ്റാണെന്ന് പറയാൻ പറ്റണം, ഒരു നന്മ പറഞ്ഞു കൊടുക്കാൻ, ഉപദേശിക്കാൻ സാധിക്കണം. ഹറാമായ കാഴ്ചകൾ വന്നാൽ കണ്ണുകൾ താഴ്ത്തണം. ഇതൊക്കെ ആ ഹക്കാണ്, വഴിയുടെ സദസ്സുകളുടെ ഹക്കാണ്, അവകാശമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ നിലക്കുള്ള ഒരു
പ്ലാനിംഗ് ആണ് സഹോദരങ്ങളെ ഈ സമയത്ത് വേണ്ടത്. ശഅബാനിലെ നോമ്പുമായി ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സാധാരണ ഒരാൾക്ക് ഒരു പതിവുള്ള ഒരു സ്ഥിരം സംവിധാനം ഉണ്ട് എങ്കിൽ എല്ലാ മാസം അയാൾ സ്ഥിരമായി ചില പ്രത്യേകമായ ദിവസങ്ങൾ നോമ്പെടുക്കാറുണ്ട്. ഉദാഹരണമായി എല്ലാ തിങ്കളാഴ്ച നോമ്പെടുക്കുന്ന ഒരാളാണ്, അയാൾക്ക് ശഅബാനിലും അത് അവസാനം തുടർന്ന് പോകാം. നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ നോറ്റുവിട്ടാനുണ്ട്. ഏതായാലും ശഅബാനിൽ തന്നെയാണ് അത് വീട്ടേണ്ടത്. സ്ത്രീകൾക്ക് ശ്രദ്ധിക്കുക, കഴിഞ്ഞ റമളാനിൽ നോൽക്കാതെ പോയ മെൻസസ് കാരണമായി പ്രസവം കാരണമായി ഒക്കെ നോൽക്കാതെ പോയ നോമ്പുകൾ ഉണ്ടാകാം. രോഗികളായി കഴിഞ്ഞ ആളുകൾ റമളാനിൽ നോൽക്കാൻ പറ്റാതെ പിന്നീട് നോൽക്കാമെന്ന് കരുതി മാറ്റിവെച്ചവയുണ്ടാകാം. പക്ഷെ പലപ്പോഴും അത് പിന്നെ നോറ്റിട്ടില്ല. അതങ്ങനെ നീങ്ങി നീങ്ങി പോന്നു. ശഅബാനിലേക്ക് എത്തിയെങ്കിൽ ഇനി വൈകരുത്, റമളാന് മുന്നോടിയായി തീർക്കേണ്ടതുണ്ട്. ഒരു റമളാൻ നഷ്ടപ്പെട്ട നോമ്പ് അടുത്ത റമളാൻ വരെയാണ് അത് സമയമുള്ളത്. ആ റമളാന് മുമ്പ് നോറ്റോളണം. ഇല്ലെങ്കിൽ വീഴ്ച വരുത്തിയവരായി ബാധ്യത നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയവരായിട്ടാണ് കണക്കാക്കപ്പെടുക. എന്ന ന്യായമായ കാരണമുണ്ടെങ്കിലോ പ്രശ്നമില്ല. കഴിഞ്ഞ റമളാൻ രോഗിയായിരുന്നു, ആ രോഗം മാറുമെന്ന് പ്രതീക്ഷിച്ചു, അങ്ങനെ നോൽക്കാൻ ശ്രമിച്ചു, നോൽക്കാൻ കഴിഞ്ഞില്ല, ആ രോഗം ഇപ്പോഴും തുടരുന്നു. ഈ റമളാനിലേക്ക് എത്തുമ്പോഴും രോഗത്തിന് മാറ്റമൊന്നുമില്ല, നോൽക്കാവുന്ന കഴിഞ്ഞില്ല, ആ രോഗം ഇപ്പോഴും തുടരുന്നു. ഈ റമളാനിലേക്ക് എത്തുമ്പോഴും രോഗത്തിന് മാറ്റമൊന്നുമില്ല, നോൽക്കാവുന്ന സാഹചര്യം കിട്ടിയിട്ടില്ല എന്ന് വിരോധമില്ല. ഈ റമളാൻ കഴിഞ്ഞാലും സാഹചര്യം ഉണ്ടെങ്കിൽ നോറ്റുകൂട്ടാം. ഇതെല്ലാം മാറുമെന്ന് പ്രതീക്ഷയില്ല. ഒരു മാരകമായ രോഗമാണ്, മാറാ രോഗമാണ്. ഇനി മാറുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല. ദിവസം പോകുന്തോറും ആരോഗ്യം കുറയുകയാണ്, പ്രയാസം കൂടുകയാണ്. ഇതിന് മാറിയിട്ട് നോറ്റുമുട്ടാൻ കഴിയുമെന്ന പ്രതീക്ഷയൊന്നുമില്ല എങ്കിൽ കാത്തിരിക്കേണ്ടതില്ല. പകരം അയാൾക്ക് മുദ്ദ് നൽകണം, ഭക്ഷണം നൽകണം. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച കാര്യമാണല്ലോ. ഒരു നോമ്പിന് പകരം സാധുവിന് ഭക്ഷണം നൽകുക, അതാണ് മുദ്ദെന്ന്. ഒരു മുദ്ദ് അല്ലെങ്കിൽ 2 മുദ്ദ്. ഒരു നോമ്പിന് പകരം ഒരു മുദ്ദ് നൽകുക മിനിമം, അതാണ് നിർബന്ധമായത്. അതല്ല ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായം 2 മുദ്ദ് എന്ന്. ഒരു മുദ്ദെന്ന് പറഞ്ഞാൽ 2 കൈയും കൂട്ടിപ്പിടിച്ച് വാരിയാൽ കിട്ടുന്ന അരി എത്രയാണോ അതാണ് നമ്മുടെ നാട്ടിൽ കൊടുക്കേണ്ടത്. 2 കൈയും ഇങ്ങനെ കൂട്ടിപ്പിടിച്ചാൽ ഒരു 1/2 കിലോ അരി, അല്ലെങ്കിൽ ഏറി വന്നൊരു 600 ഗ്രാം, അതാണ് ഒരു മുദ്ദ്. അപ്പൊ ഒരു നോമ്പിന് ഒരു മുദ്ദ്, അല്ലെങ്കിൽ ഒരു നോമ്പ് 2 മുദ്ദ്. 2 അഭിപ്രായങ്ങൾ പണ്ഡിത ലോകത്തുണ്ട്. ഏറ്റവും മിനിമം ഒരു മുദ്ദ് കൊടുത്താൽ ബാധ്യത വീടി. അതല്ല 2 മുദ്ദ് കൊടുക്കാൻ കഴിയുമോ അതാണ് നല്ലത്. ഇനി അതിലേക്ക് അരിക്ക് പുറമെ മറ്റു വല്ലതൊക്കെ വേണോ, പച്ചക്കറിയും അതേപോലെ മാംസവും മത്സ്യവും ഒക്കെയായി ഒരു ഭക്ഷണമായി ഉപയോഗിക്കാൻ പറ്റാവുന്ന വല്ലതും വേണോ, കൊടുത്താൽ നല്ല കാര്യം. ഇതൊന്നും ഇല്ല, ഒരു അരി മാത്രം കൊടുത്തു, കടമ വീടാൻ അത് മതി എന്നാണ്. ഈ ഭക്ഷണമുണ്ടാക്കി ആ ഭക്ഷണത്തിലേക്ക് സാധുവിനെ വിളിച്ചു എന്നാലും മതി. വീട്ടിലൊരാളെ ഭക്ഷണത്തിൽ വിളിച്ചുകൊണ്ടുവന്നു, ഒരു മിസ്കീനെ ഈ നെയ്യത്തിന് വിളിച്ചു, അയാൾ വന്ന് ഭക്ഷണം കഴിച്ചു പോയി, അത് മതി. അരിയായി തന്നെ കൊടുക്കണമെന്നില്ല. ഒരു ഹോട്ടലിൽ ഏൽപ്പിച്ചു, ഞാൻ ഭക്ഷണം കഴിച്ചു, പൈസ ഞാൻ കൊടുക്കാം, ഏറി വന്ന ഒരു 30 രൂപ ഒരു 50 രൂപ കൊടുത്താൽ ഒരു നേരത്തെ സാധാരണ ഭക്ഷണം അവിടെ കഴിക്കാലോ. അങ്ങനെ 10 നോമ്പുണ്ടെങ്കിൽ 10 മിസ്കീന്മാർക്ക്, അല്ലെങ്കിൽ ഒരു മിസ്കീന് 10 തവണയായി ഒക്കെ നൽകിയാൽ തന്നെ ആ ബാധ്യത വീടി. അതൊക്കെ നിർവഹിക്കേണ്ട സമയം അവസാന, ആ ബാധ്യത വീടി. അതൊക്കെ നിർവഹിക്കേണ്ട സമയം അവസാന സമയമാണ്. ഈ സമയം റമളാനിൽ കടന്നാൽ പിന്നെ കുറ്റക്കാരായി മാറി തന്റെ ബാധ്യത നിർവഹിച്ചില്ല എന്ന കുറ്റം അയാൾക്കുണ്ടാകും. ന്യായമായ കാരണമുണ്ടെങ്കിൽ കുഴപ്പമില്ല. രോഗം മാറിയിട്ടില്ല, പ്രായം കൂടിയ മനുഷ്യരാണ്, ആരോഗ്യാവസ്ഥയിലേക്കൊന്നും തിരിച്ചു വന്നിട്ടില്ല, അയാൾക്ക് ന്യായമുണ്ട്. ആ ന്യായമുണ്ടെങ്കിൽ ഈ റമളാൻ കഴിഞ്ഞിട്ട് അയാൾ നോറ്റാലും പ്രശ്നമൊന്നുമില്ല. ഇത് കൊല്ലം മറിയുമ്പോ അതിന് ഒരു അഡീഷണലായി വല്ല പ്രായശ്ചിത്തവും ചെയ്യേണ്ടതുണ്ടോ, ഒരു എക്സ്ട്രാ മുദ്ദ കൊടുക്കേണ്ടതുണ്ടോ? മദ്ഹബിലൊക്കെ അഭിപ്രായമുണ്ട്. ഷാഫി മദ്ഹബിലൊക്കെ ഒരു വർഷം കടന്നുപോയാൽ ആ വർഷം ചിന്തിപ്പിച്ചതിന് ഒരു പ്രായശ്ചിത്തം എന്ന നിലയ്ക്ക് ഒരു മുദ്ദ കൂടി അധികം എണ്ണം കൊടുക്കണമെന്നൊക്കെ ഷാഫി മദ്ഹബിൽ ഫിഖ്ഹിലൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ വേണമെന്ന് പറയാൻ വ്യക്തമായ തെളിവുകളൊന്നും ലഭ്യമല്ല. അല്ലാഹു അഅലം. ഏതാണെങ്കിലും അത്തരം ഉത്തരവാദിത്വം നിർവഹിക്കുക. നേർച്ചയാക്കിയ നോമ്പുണ്ട് എങ്കിൽ അത് നോറ്റ് വീട്ടുക. ഇങ്ങനെയൊക്കെയുള്ള ബാധ്യതകൾ തീർക്കുക. ഒരുങ്ങേണ്ടതൊക്കെ ഒരുങ്ങുക. പടച്ച റബ്ബുമായുള്ള നമ്മുടെ ബന്ധങ്ങളെ ഒന്ന് പരിശോധനാ വിധേയമാക്കുക. ചെയ്തു പോയ ഒരുപാട് തിന്മകൾ, ചെയ്തുകൊണ്ടേയിരിക്കുന്ന പല തിന്മകൾ ഉണ്ടാകാം. അതൊക്കെ എങ്ങനെയാ ഒഴിവാകാൻ പറ്റുന്ന ആലോചിച്ച് അതൊക്കെ രക്ഷപ്പെടുക. പരീക്ഷയുമായി ബന്ധപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ റമളാനിന് മുമ്പ് നിർബന്ധമായും ഒഴിവായേ പറ്റൂ.
ആ പലിശയിൽ ഇടപെട്ടുകൊണ്ടിരിക്കെ തന്നെ അത് നോമ്പ് നോക്കുന്നു, നിസ്കരിക്കുന്നു. പ്രത്യേകിച്ചതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. വലിയ ഗൗരവമാണ് പലിശയുടെ കാര്യം. നിസ്സാര വിഷയങ്ങൾക്ക് പോലും ചെന്ന് ലോൺ എടുക്കുന്ന സമ്പ്രദായം എന്ന് വ്യാപകമാണ്. വീട് വെക്കാൻ ലോൺ എടുക്കുന്നവർ, മക്കളെ പഠിപ്പിക്കാൻ ലോൺ എടുക്കുന്നവർ, ചികിത്സിക്കാൻ ലോൺ എടുക്കുന്നവർ, വാഹനം വാങ്ങാൻ ലോൺ എടുക്കുന്നവർ, എന്തു ന്യായം പറഞ്ഞാലും അതൊന്നും ന്യായമല്ല. അല്ലാഹുവും റസൂലും യുദ്ധം പ്രഖ്യാപിച്ചതാണ് പലിശ എന്നുള്ളത് മറക്കാതിരിക്കുക. പലിശ വാങ്ങുന്നവൻ അള്ളാഹിനോട് യുദ്ധം ചെയ്യാൻ തയ്യാറാവുകയാണ്, അള്ളാഹിന്റെ റസൂലിനോട് യുദ്ധം ചെയ്യാൻ തയ്യാറാവുകയാണ്. അടുക്ക സഹോദരങ്ങളെ കഴിയുക ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് അത്തരം തിന്മയൊക്കെ പെട്ടുപോയെങ്കിൽ അത് അനിവാര്യമായി നിർബന്ധമായും ഒഴിവായേ പറ്റൂ റമദാനിലേക്ക് പ്രവേശിക്കും മുമ്പ്. അതല്ല അതൊക്കെ എങ്ങനെ മാസം അടവടിച്ച് പോകുന്നുണ്ട്, അതിന് പലിശയും കൊടുക്കുന്നുണ്ട്, അവൻ നോമ്പ് നോക്കുന്നുണ്ട്, അതിന് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ഓതി വെച്ച ആയത്ത് തന്നെ റബ്ബിക്കുമെന്നാണ്. അള്ളാന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു വരുവീൻ, വേഗത്തിൽ വരുവീൻ, വേഗം വരുവീൻ. സാബിഖു അങ്ങനെയാണ്, സാബിഖു മുൻകടക്കുവീൻ, എല്ലാരും മറികടന്ന് മുൻകടന്ന് മുന്നോട്ട് വരൂ, വേഗം വരുമെന്നാണ് അല്ലാഹു തആല ആഹ്വാനം ചെയ്യുന്നത്. പരലോകത്ത് സ്വർഗത്തേക്കുള്ള വഴിയിൽ സ്പീഡ് കൂട്ടാനാണ് അല്ലാഹു പറഞ്ഞത്. ദുനിയാവിലെ ഏത് വഴിയിലും സ്പീഡ് കുറയ്ക്കാനാ പറയുക. ഏത് റോട്ടിലും വേഗം കുറയ്ക്കുക, സ്ലോവാവുക, സ്പീഡ് കുറയ്ക്കുക. സ്പീഡ് കൂടിയാൽ അപകടമാണ്. പരലോകത്താവട്ടെ സ്വർഗത്തിലേക്കുള്ള വഴിയാവട്ടെ വേഗം കൂട്ടാനാണ് പറഞ്ഞത്. വേഗത്തിൽ വരുവീൻ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും, റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക്, പാപമോചനത്തിലേക്ക്, വജന്നത്തിൻ സ്വർഗത്തിലേക്ക്, അർളുഹസ് സമാവാതു വൽ അർള് ആകാശഭൂമികളെക്കാൾ വിശാലതയുള്ള ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ വേഗത്തിൽ വരൂ. അത് മുത്തഖീങ്ങൾക്കുള്ളതാണ്, മുത്തഖീങ്ങൾക്കുള്ളതാണ്. അടുത്ത ആയത്തുകളൊക്കെ പരിശോധിച്ചാൽ ആരാണ് മുത്തഖി എന്നാണ് അല്ലാഹു അവിടെ പഠിപ്പിക്കുന്നത്. ഒന്നല്ല പറഞ്ഞത്, ചെലവഴിക്കുന്ന ആളുകൾ, പ്രയാസഘട്ടത്തിലും സന്തോഷവേളയിലുമെല്ലാം ചെലവഴിക്കുന്ന ആളുകൾ തഖ്വയുടെ അടയാളമാണ്. ദേശത്തെ അടക്കി വെക്കുന്നവർ തഖ്വയുടെ ലക്ഷണമാണ്. ദേഷ്യം വരുന്നുണ്ട്, പക്ഷേ ആ ദേഷ്യം ഒതുക്കി വെക്കുന്നു. അയാൾ ദേഷ്യപ്പെടാറില്ല, അയാൾ അങ്ങനെ ക്ഷമ കൈവിടാറില്ല. അത് തഖ്വയുടെ ഭാഗമാണ്. ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവരാണ്. ആളുകൾ പലതും പറയും, ആളുകൾ നമ്മളെ പറ്റി പലതും പറയും, പലതും ചെയ്യും, പല അന്യായങ്ങളും ആളുകൾ നമ്മളെ പറ്റി പ്രചരിപ്പിക്കും. സാരല്ല, എല്ലാം മാപ്പ് നൽകുക. അല്ലാഹു നമുക്ക് മാപ്പ് നൽകണമെന്നാണല്ലോ മാപ്പ് നൽകുക മറ്റുള്ള ആളുകൾക്ക്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. നാലാമത്തെ കാര്യം, നന്മ ചെയ്യുന്നവർ അല്ലാഹു തആലക്ക് ഇഷ്ടമാണ്. അഞ്ചാമത്തെ കാര്യം, തെറ്റ് ചെയ്തു പോയാൽ അല്ലാഹനെ ഓർക്കുക, ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം എന്ന് അല്ലാഹനോട് ഇസ്തിഗ്ഫാർ നടത്തുക. തെറ്റ് സംഭവിച്ചു, ചെയ്തു പോയി എങ്കിൽ ആ തെറ്റ് ചെയ്താൽ അല്ലാഹനെ ഓർമ്മയായി പടച്ച റബ്ബ് ചെയ്യാൻ പാടില്ല പറഞ്ഞ കാര്യമാണല്ലോ, അല്ല വിലക്കിയ കാര്യമാണല്ലോ. ചെയ്തു പോയല്ലോ, അല്ലാഹനെ പറ്റി ഓർത്തു, റബ്ബേ പുറത്തു തരണം, അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് റബ്ബിനോട് പൊറുക്കലെത്തേണ്ട ആളുകൾ അവരൊക്കെയാണ് തഖ്വയുള്ള ആളുകൾ. വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. അറിഞ്ഞുകൊണ്ട് ആ തിന്മയിൽ ഉറച്ചു നിൽക്കാത്തവർ, അത് വല്ലാത്ത ഭാഗമാണ്. അറിഞ്ഞുകൊണ്ട് തിന്മയിൽ ഉറച്ചു നിൽക്കാത്തവർ, തെറ്റാണ് എന്നറിയാം, ചെയ്യാൻ പാടില്ല എന്നറിയാം, എന്നിട്ടും ആ തെറ്റങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു. അത് മുത്തഖീകളുടെ ശൈലിയല്ല. അവർ തെറ്റാണെന്ന് ബോധ്യമുണ്ട്, തെറ്റ് ചെയ്യാനില്ല. പലിശ പാടില്ല എന്ന് അറിയാത്ത ആരാണുള്ളത്? വിചാരം പാടില്ലെന്ന് അറിയാത്ത ആരാണുള്ളത്? തോന്നിവാസികൾ കാണാൻ പാടില്ല, കേൾക്കാൻ പാടില്ല എന്ന് അറിയാത്ത ആരാണുള്ളത്? കൈക്കൂലി വാങ്ങാൻ പാടില്ല, കൊള്ളലാഭം പാടില്ല, അന്യായമായ സമ്പാദ്യം പാടില്ല എന്ന് ആർക്കറിഞ്ഞുകൂടാത്തത്, നിസ്കാരം ഉപേക്ഷിക്കാനും പാടില്ല എന്ന് അറിയാത്ത ആരുണ്ട്? നോമ്പെടുത്തേ പറ്റു നിർബന്ധമാണ് എന്ന് അറിയാത്തവർ ആരാണുള്ളത്? സക്കാത്ത് കൊടുക്കാൻ കടപ്പെട്ടവരാണെങ്കിൽ കൊടുത്തേ മതിയാകൂ എന്ന് അറിയാത്ത ആരുണ്ട്? സഹോദരങ്ങളെ, ഒരു കൊല്ലത്തെ വരുമാനം കണക്കൂട്ടി നോക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ അത്യാവശ്യ ചെലവുകൾ കഴിച്ച്, അഥവാ വീട്ടിലെ ഭക്ഷണം, ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ചികിത്സ, ഫോണിന്റെ ബില്ല്, കറണ്ട് ബില്ല്, വീടിന്റെ ടാക്സ്, മാതാപിതാക്കളെ നോക്കുന്നുണ്ടോ, അവരുടെ ചെലവ്, അങ്ങനെ തുടങ്ങിയ അത്യാവശ്യമായ ഒരാളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ച് ബാക്കി മിച്ചമുള്ളത് 590 ഗ്രാം വെള്ളിയുടെ പൈസ, 10.5 പവൻ സ്വർണത്തിന്റെ മൂല്യം ഒരാൾക്കൊരു കൊല്ലത്തിൽ ബാക്കിയാകുമെങ്കിൽ, വെള്ളിയുടെ നമുക്ക് ബാക്കിയാകുമെങ്കിൽ നാം അത് സക്കാത്ത് കൊടുത്തേ പറ്റൂ. ആവറേജ് 50,000 രൂപ ഉണ്ടാകും. അത് ഒരു കൊല്ലത്തെ വരുമാനം നോക്കുക, ഒരു കൊല്ലത്തെ ചെലവ് നോക്കുക. അയാൾക്ക് ആ ചെലവ് കഴിച്ചാൽ 50,000 രൂപ ഒരു കൊല്ലം ബാക്കിയാകാൻ വകുപ്പുണ്ടോ? അയാൾ സക്കാത്ത് കൊടുക്കേണ്ട ആളാണ്. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ
സാധാരണഗതിയിൽ ഒരാൾക്ക് 50,000 രൂപ ശമ്പളം വാങ്ങുന്നുണ്ട്, 25,000 ശമ്പളം വാങ്ങുന്നുണ്ട്. 25,000 ശമ്പളം വാങ്ങിയ 12 മാസം കൊണ്ട് 3 ലക്ഷം ശമ്പളം വാങ്ങും. ഒരു മാസത്തെ ശരാശരി ചെലവ് 15,000 രൂപയുണ്ട് എങ്കിൽ 10,000 ബാക്കിയാകാൻ വകുപ്പാണ്. 10,000 ബാക്കിയാകാൻ വകുപ്പുണ്ടെങ്കിൽ 12 മാസം കൊണ്ട് 1,20,000 ബാക്കിയായി 2.5% 3,000 രൂപ സക്കാത്ത് കൊടുത്തോളം നഷ്ടം. ഇത് അനിവാര്യമായ നിർബന്ധ ബാധ്യതയാണ്. ഒരു വർഷത്തിന് തന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ച് മിച്ചമുള്ളത് ഒരു 50,000 രൂപയുടെ ലെവലിലേക്ക് ഉണ്ടാകാൻ വകുപ്പുണ്ടെങ്കിൽ, പൈസ കയ്യിലുണ്ടായിക്കോളുന്നില്ല, അതിനെ വകുപ്പുണ്ടെങ്കിൽ അത് സക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ടവനാണ്. എന്നാൽ അതേ സമയത്ത് വീട് വെക്കാൻ വേണ്ടി സ്ഥലം വാങ്ങി ഉള്ള പൈസ പെട്ടവനാണ്. എന്നാൽ അതേ സമയത്ത് വീട് വെക്കാൻ വേണ്ടി സ്ഥലം വാങ്ങി ഉള്ള പൈസ കയ്യിൽ കൊടുത്തു, സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അയാളുടെ ആവശ്യങ്ങൾക്ക് വാഹനം വാങ്ങി, സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അയാൾക്ക് പെട്ടെന്ന് അസുഖം വന്നു, അയാളുടെ മക്കൾക്ക് അയാളുടെ മാതാപിതാക്കൾക്ക് അസുഖം വന്നു, പ്രതീക്ഷിക്കാത്ത ചെലവ് വന്നു, ഈ സമ്പാദിച്ചു വെച്ച എല്ലാം കൂടി കൊടുത്തിട്ടും അത് തികഞ്ഞില്ല, ഓക്കെ, അയാൾ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ച് മിച്ചം വരുന്ന തുക അതാണ് കണക്കാക്കേണ്ടത്. അത് 590 ഗ്രാം വെള്ളിയുടെ മൂല്യം എത്രയാണോ ആ മൂല്യം അയാൾക്ക് ബാക്കിയാകാൻ വഴിയുണ്ടെങ്കിൽ അയാൾ 2.5% സക്കാത്ത് കൊടുക്കണം. അത് ബിൽഡിങ്ങിന്റെ വാടകയായാലും ശമ്പളമായാലും മറ്റൊരു വരുമാനമാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇതിലൊക്കെ എന്റെ നിലപാട് എന്താണ് എന്ന് നമ്മൾ ആലോചിക്കും. ഓരോരുത്തർ അവനെ പറ്റി ആലോചിക്കുക, എന്താണ് ഞാനത് ചെയ്യുന്ന നിലപാട്, അതൊക്കെ ശ്രദ്ധിക്കലുണ്ടോ? അതല്ല, പള്ളി വരും, ജുമാഴ്ക്കും വരും, റമദാൻ മാസം നോമ്പ് നോൽക്കും, അതിനപ്പുറത്ത് പ്രത്യേകിച്ചൊന്നും ആലോചിച്ചിട്ടില്ല, അങ്ങനെ അങ്ങ് ജീവിച്ചു പോവുകയാണ് എന്നാണെങ്കിൽ അത് പോരാ. സ്വർഗം, ആ സ്വർഗം കിട്ടണം. അത് ഏറ്റവും പറ്റിയ സമയമാണ് റമദാൻ. അതിലേക്കൊന്നും ഒരുങ്ങുക പോലും ചെയ്യാതെ റമദാനും മറ്റു മാസങ്ങളെ പോലെ വന്നുപോയത് നമ്മൾ അറിഞ്ഞില്ല എന്നാണെങ്കിൽ സഹോദരങ്ങളെ എന്ത് കാര്യമുണ്ട്? അതുകൊണ്ട് ഒരു പുനരാലോചന, ഒരു ആത്മപരിശോധന, ഒരു വിചിന്തനം, ഒരു ഒരുക്കം ഈ സമയത്ത് നമ്മൾ നടത്തേണ്ടതുണ്ട്. അനിവാര്യമായും വർദ്ധിപ്പിക്കേണ്ട നന്മകളെ നാം വർദ്ധിപ്പിക്കാം. ശഅബാനിൽ തീരെ നോമ്പെടുക്കാത്ത ഒരാൾക്ക് ശഅബാൻ 15 കഴിഞ്ഞാൽ പിന്നെ നോമ്പ് ആരംഭിക്കൽ പൊതുവെ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല എന്നാണ്. ശഅബാനിൽ നോറ്റിട്ടില്ല, മുമ്പൊരു പതിവുമില്ല, തിങ്കളോ വ്യാഴമോ ഒന്നും നോൽക്കാറുമില്ല, അങ്ങനെ സാധാരണ ഒരു പതിവയാക്കി നോമ്പിന്റെ കാര്യത്തിൽ ഇല്ല എങ്കിൽ ശഅബാൻ 15 കഴിഞ്ഞാൽ പിന്നെ നോമ്പ് ആരംഭിക്കാതിരിക്കലാണ് നല്ലത്. മുമ്പേ ശഅബാൻ തുടക്കത്തിൽ തുടങ്ങി അയാൾക്ക് അവസാനം വരെ നോൽക്കാം. റമദാനിന്റെ 1-2 ദിവസം മുമ്പ് അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. യൗമുശക്ക് റമദാൻ ആകുമോ ഇല്ലെന്ന് സംശയമുള്ള ദിവസമാണെങ്കിൽ അത് നോമ്പ് എടുക്കാതിരിക്കുക എന്നതാണ് അതിനേറ്റവും നല്ല മാതൃക. അതിനേറ്റവും നല്ല മാതൃക ഏതാണെങ്കിലും എല്ലാ നന്മയിലും കഴിവിന്റെ പരമാവധി ആത്മാർത്ഥമായി മുന്നോട്ട് വരാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിന്റെ ദീന് പഠിക്കുക എന്നത് വിജ്ഞാനങ്ങളിൽ 2 തരം അറിവുണ്ട്. ഒന്ന് ഫർള് ഐനായ കാര്യം, വ്യക്തിപരമായ നിർബന്ധമുള്ള കാര്യം, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ നിത്യജീവിതത്തിൽ അനിവാര്യമായി വരുന്ന മേഖലകളിലുള്ള അടിസ്ഥാന വിവരം, അത് ഫർള് ഐനാണ്. അതെല്ലാവരും പഠിച്ചേ പറ്റൂ. എങ്ങനെ നിസ്കരിക്കണം അത് പള്ളിക്ക് ഉസ്താദിന് മാത്രം അറിഞ്ഞാൽ പോരാ, അത് നമ്മളും വേണം പഠിക്കണം. നോമ്പിന്റെ നിയമങ്ങൾ, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ, നോമ്പിൽ പാലിക്കേണ്ട കാര്യങ്ങൾ നമ്മളെല്ലാവരും പഠിച്ചേ പറ്റും. അത് ഫർള് ഐനാണ്. അല്ലാഹുവിനെ കുറിച്ചുള്ള കാര്യം, ആ വിശ്വാസ കാര്യങ്ങൾ പഠിച്ചേ പറ്റൂ. ഈമാൻ കാര്യം, ഇസ്ലാം കാര്യം അത് അറിഞ്ഞേ പറ്റൂ. അറിയാതിരിക്കാൻ നിർവാഹമില്ല. എന്നാൽ ഫർള് കിഫായ കാര്യമുണ്ട്, എല്ലാവർക്കും അറിയേണ്ടതില്ലാത്ത, അത് സമൂഹത്തിൽ അറിയുന്നവർ ഉണ്ടാകണം. ആ നിലക്കുള്ള കാര്യം. എല്ലാ നിയമങ്ങളും നമുക്കെല്ലാം അറിയണമെന്നില്ല. ഒരാൾ മരിച്ചാൽ സ്വത്തെങ്ങനെ ഓഹരി വെക്കണം നമുക്ക് അറിഞ്ഞോളുന്നില്ല. ചില അറിയുന്ന ആളുകൾ സമൂഹത്തിലുണ്ടാകണം. അപ്പൊ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരെ വിളിക്കാം, അവര് ചോദിക്കാം, അവര് പറഞ്ഞു നമുക്ക് അറിഞ്ഞോളുന്നില്ല. ചില അറിയുന്ന ആളുകൾ സമൂഹത്തിലുണ്ടാകണം. അപ്പൊ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരെ വിളിക്കാം, അവര് ചോദിക്കാം, അവര് പറഞ്ഞുതരും. അത് മതി. എല്ലാവരും ആ നിയമം പഠിക്കണമില്ല. ഒരാൾ മരിച്ചു എങ്ങനെ കുളിപ്പിക്കണം അതെല്ലാവരും പഠിച്ചോളുന്നില്ല. ചില പഠിച്ചവരുണ്ടാകണം. അങ്ങനെയുള്ള പൊതുവായി ബാധ്യത ഫർള് കിഫായയായ സാമൂഹ്യ ബാധ്യതയായ അറിവുകളുമുണ്ട്.
വിശ്വാസകാര്യങ്ങളുടെ വിശദാംശങ്ങൾ അതിൽപ്പെട്ടതാണ്. ആരാധനാ കർമ്മങ്ങളുടെ വിശദാംശങ്ങൾ അതിൽപ്പെട്ടതാണ്. അതൊക്കെ സമൂഹത്തിൽ അത് അറിയുന്നവർ ഉണ്ടാകണം. വിവരമുള്ള ആരുമില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരായി. വിവരമുള്ള ആരെങ്കിലും ഒരാളുണ്ടെങ്കിലോ എല്ലാവരുടെയും ബാധ്യത കഴിഞ്ഞു. ഒരാവശ്യ സമയത്ത് അവരിലേക്ക് മടങ്ങാമല്ലോ, അവിടെ ചോദിക്കാമല്ലോ. അങ്ങനെ ചോദിച്ചാൽ പണി തരാൻ പറ്റാവുന്ന ആളുകൾ നാടുകളിൽ ഉണ്ടാകണം. അത്തരം ആളുകൾ ഉണ്ടാക്കിയെടുക്കൽ സമൂഹത്തിന്റെ കടമയുമാണ്. ഏതാണെങ്കിലും റമദാനെ കടക്കുമ്പോൾ നമ്മൾ ഇപ്പോഴേ ഒന്ന് പഠിക്കാൻ തയ്യാറാവുക. നോമ്പുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ, നോമ്പുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ നമ്മൾ പഠിക്കാം. എന്തൊക്കെ ഉറക്കം പോലും ഒഴിവാക്കി, ഭക്ഷണം പോലും നിയന്ത്രിച്ച്, എങ്ങോട്ടും പോകുന്നില്ല, കല്യാണത്തിന് പോലും പോകുന്നില്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല, SSLC പരീക്ഷയാണെന്ന് പറഞ്ഞ് നമ്മൾ ഒരുങ്ങുന്നു. ആവശ്യമാണ്. അതുപോലെ അതിനേക്കാളേറെ ഒരുക്കം ആവശ്യമുണ്ട്. ഒന്ന് ഒരുങ്ങുക. റമദാൻ മാസത്തിലാണല്ലോ. എന്തൊക്കെയാണ് റമദാൻ നിയമങ്ങൾ, നോമ്പിന്റെ പ്രതിഫലം കുറയ്ക്കുന്ന കാര്യം എന്തൊക്കെയാണ് ഒന്ന് പഠിക്കാൻ നമ്മൾ തയ്യാറാവുക. നാളെ ഇൻഷാ അല്ലാഹ് ഇവിടെ ആ വിഷയത്തിൽ മാത്രം ഒരു ക്ലാസ് ഉണ്ട്. നാളെ മഗ്‌രിബിന് ശേഷം നമ്മുടെ ഈ പള്ളിയിൽ വെച്ച് നാളെ ശനിയാഴ്ച മഗ്‌രിബിന് ശേഷം അഹ്ലൻ റമദാൻ, റമദാന്റെ സ്വാഗതം എന്ന പേരിൽ ഒരു പ്രോഗ്രാം നാം വെക്കുന്നുണ്ട്. നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ടുന്ന എല്ലാ വിഷയങ്ങളും ഇൻഷാ അല്ലാഹ് അവിടെ ചർച്ചയ്ക്ക് വരും. നമ്മളൊക്കെ കുടുംബസമേതം അത് ഉപയോഗപ്പെടുത്താൻ പരമാവധി പരിശ്രമിക്കണം. ഒരുപക്ഷെ റമദാനിൽ നമുക്കത് വെളിച്ചമായി മാറും. ആ ക്ലാസ് ആയിരിക്കും ഒരുപക്ഷെ ഒരു വെളിച്ചമായി മാറും. നമ്മൾ വിചാരിക്കാത്ത ധാരാളം കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ ആ നോമ്പിന് കുറച്ചുകൂടെ തഖ്വ കൂടാൻ, ഈമാൻ കൂടാൻ അത് പര്യാപ്തമാണ്. ആകുമ്പോൾ ആ നോമ്പിന് കുറച്ചുകൂടെ തഖ്വ കൂടാൻ, ഈമാൻ കൂടാൻ അത് പര്യാപ്തമാണ്. ആ നിലയ്ക്ക് നാം അതിനെ ഉപയോഗപ്പെടുത്തുക. അതേപോലെ റമദാനിലും കുറച്ചൊക്കെ ദീന് പഠിക്കാൻ സമയം കണ്ടെത്തും. ഏതായാലും ബാക്കി മാസങ്ങളൊക്കെ നമ്മുടെ ജോലിയും ഏർപ്പാടും കച്ചവടങ്ങളും ഒക്കെ നമ്മൾ അങ്ങനെ പോകണം. രാവിലെ എഴുന്നേറ്റാൽ രാത്രി 10 മണിയും 11 മണിയും 12 മണിയും ആവാതെ കിടക്കാൻ പലർക്കും പറ്റാറില്ല. നമ്മളങ്ങനെ ഓടുകയാണ് നമ്മുടെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി. എന്നാൽ ഒരു മാസത്തിൽ ഈ റമദാനിലെങ്കിലും നേരത്തെ ഷെഡ്യൂളൊക്കെ ഉണ്ടാക്കി അത്യാവശ്യമില്ലാത്ത കണ്ട് ഒഴിവാക്കി വെച്ച് കുറച്ചൊന്ന് പഠിക്കാനിരിക്കാം. കുറച്ചൊന്ന് ഖുർആനെ പഠിക്കുക, അഖീദ പഠിക്കുക, തഫ്സീറൊക്കെ ഒന്ന് വായിക്കുക. നമുക്ക് പരിഭാഷകളുണ്ട്, ഒന്ന് അത് വായിച്ചാൽ മതി. ഒരു തീരുമാനിക്കുക. റമദാൻ മാസം 30 ദിവസം കൊണ്ട് ഒരു 30 ജുസ് ഒന്ന് അർത്ഥം ഒന്ന് വായിച്ചു പോകണം എന്ന് നമുക്ക് ആലോചിച്ചു. പരിഭാഷ മറിച്ചിട്ട് അർത്ഥമൊന്നിങ്ങോട് വായിച്ചു പോകാൻ ഈ റമദാനിൽ ഒന്ന് ഒരുങ്ങണം എന്ന് എന്തുകൊണ്ട് നമുക്കിപ്പോ തീരുമാനിച്ചു. ഒരു ദിവസം ഒരു ജുസിന്റെ അർത്ഥം വായിച്ചാൽ 30 ദിവസം കൊണ്ട് 30 ജുസിന്റെ അർത്ഥം വായിച്ചു കഴിയും. അങ്ങനെ ഒന്ന് പഠിക്കാം. അതിന് ദീന് പഠിക്കുന്ന സംവിധാനങ്ങൾ റമദാൻ മാസം എവിടെയൊക്കെ ഉണ്ടോ എന്നാൽ ഈ റമദാൻ അവിടെ പോയിക്കൂടാ, ആ പള്ളിയിൽ പോയിക്കൂടാ. അവിടെ ക്ലാസ് ഉണ്ടാവും, അല്ലെ അവിടെ ഉസ്താദുമാർ പലരുള്ള പള്ളിയാണ്. ശരി, നമുക്ക് അവിടെ പോകണം. കുറച്ച് ദീനൊക്കെ പഠിക്കാനും അഖീദ പഠിക്കാമല്ലോ, കുറച്ച് ആ നിലക്കുള്ള ദീനിയ വിജ്ഞാനം നേടാമല്ലോ എന്നൊക്കെ ഒരു ആലോചന നമ്മൾ നിർവഹിക്കണം. അതിനനുസരിച്ച് ഒരു ഒരുക്കം നമ്മൾ നടത്താം. ഇന്ന പള്ളിയിൽ നമ്മൾ ഇന്ന ഉസ്താദുമാരൊക്കെ ആയിക്കോട്ടെ, ഈ റമദാൻ നമുക്ക് ആ പള്ളിയിൽ പോയി എടുക്കൂല. അങ്ങനെ ഓലപ്പയിൽ നിന്നിട്ട് കുറച്ച് കാര്യമൊക്കെ കേട്ടും വായിച്ചും പഠിച്ചും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഇൽമ കിട്ടിയാൽ അൽഹംദുലില്ലാഹ് അത് മുതലായി എന്ന് നമുക്ക് പ്ലാൻ ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള നന്മകളെ പറ്റി ആലോചിച്ചുകൊണ്ട് അത് നല്ല പ്ലാൻ ചെയ്തുകൊണ്ട് റമദാനെ മാക്സിമം ഉപയോഗപ്പെടുത്താൻ നാം പരിശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ നന്മയിലും ഭാഗവാക്കായി നന്മയിൽ മുന്നേറി സ്വർഗ്ഗത്തിലേക്ക് എത്താൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. ജീവിതം എപ്പോഴും അവസാനിക്കാം. എപ്പോൾ അവസാനിച്ചാലും സന്തോഷത്തോടെ സമാധാനത്തോടെ കുഞ്ഞാവുന്ന യാത്ര പോകാനും സ്വർഗ്ഗത്തിലേക്ക് എത്താനും നമുക്ക് സാധിക്കണം. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت